അപ്പൊ ഇന്നേ തലന്റെ കുട്ടികളെ അങ്ങോട്ട് തല പറഞ്ഞയച്ചിട്ടുണ്ട്. ഇന്നിപ്പോ എന്ത് ന്യായീകരണ ഇന്ന് കളിക്കാൻ വരാത്തതിന്? എന്ത് ന്യായീകരണം? മൂപ്പര് ഫിറ്റ് ആണെങ്കിലേ വരുള്ളൂ. മൂപ്പര് ഇല്ലാത്തന്നെ ഇപ്പൊ കഴിഞ്ഞ കളി ഫിറ്റ് അല്ല. ഇല്ല, ഇപ്പൊ കാഫിന് പ്രശ്നം ഉള്ളതുകൊണ്ടല്ല ഇപ്പൊ കളിക്കാത്ത. അല്ല, അത് ഒന്ന് കഴിഞ്ഞാ ഒന്ന്, മറ്റേ കഴിഞ്ഞാ ഒന്ന്. കാഫിന് പ്രശ്നം അവസരം കൊടുക്കാൻ അതൊക്കെ ഓരോരുത്തർ വെറുതെ അടിച്ചിറക്കാണ്. മൂപ്പർക്ക് പൂർണ്ണമായും ഫിറ്റ് ആണെന്ന് തോന്നിയാൽ മൂപ്പര് വരും. മൂപ്പര് വരേണ്ട കാര്യം കഴിയാനാവില്ല. അതിനെന്താ ഞങ്ങളിപ്പോ കഴിഞ്ഞ നല്ല ഉഷാർ തന്നെയാണ് പറഞ്ഞൂടെ. തല വിരമിച്ചു കഴിഞ്ഞു. വിരമിച്ചിട്ടില്ലല്ലോ, പരിക്ക് പറ്റുമ്പോ കളിക്കുന്നല്ലേ. എന്താ നിങ്ങളെ സ്റ്റാർക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ കളിക്കല്ലേ വന്നത്. കഴിഞ്ഞ കളിക്കല്ലേ വന്നത്. സീനിയർ കളിച്ചു. പരിക്കൊക്കെ പറ്റിയാൽ അങ്ങനെ തന്നെ റിക്കവർ ആവാൻ ഇത്തിരി സമയം എടുക്കും. ഫാൻസിനെ പറ്റിക്കാനും വേണ്ടിട്ട് വരുന്നില്ല, അത്ര തന്നെ. പരിക്കായതുകൊണ്ട് വന്നില്ല. മൂപ്പറില്ല വിചാരിച്ചു അവസ്ഥ ആലോചിച്ചിട്ട് അവസ്ഥയില്ല. ഒരാളിപ്പോ നിങ്ങളെക്കാളും മുമ്പ് തന്നെ മുമ്പിലൊക്കെ കണക്ക് തന്നെയാണ്. പോയിന്റ് ഒരുപോലെ പോയിന്റ് 10 ആവുന്നു. കേറുന്നു ഈസി. നിങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പൊ പോയിന്റിലുള്ള വ്യത്യാസം, നെറ്റ് റൺ റേറ്റിലെ വ്യത്യാസം ഒക്കെ ശരിയാക്കും. ഫോമായി ഋതു കഴിഞ്ഞ 2 കളിയിൽ കിടിലൻ ഫോമില. പിന്നെ മറ്റേ ശർമ്മ ചേട്ടനെ കളിച്ചാൻ തുടങ്ങി. എന്താ പറയാത്ത ചേട്ടനെന്താ ശർമ്മ ഉഷാർ കളിയില്ലേ? അല്ല, ചേട്ടൻ എന്താ കഴിഞ്ഞ കളിയിൽ കണ്ടില്ല? ചേട്ടൻ 2 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അതും പറഞ്ഞോളേ. ഇവിടെ വേറെ ഒന്ന് ഫോം ആവും, ഒന്ന് ഫോം ഔട്ട്, ഒന്ന് ഫോം ആവും, ഒന്ന് ഫോം ഔട്ട്. അയക്കാനോ നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പില്ല. ചങ്ങായിക്ക് കൺസിസ്റ്റൻസി പറഞ്ഞ സാധനം ആവശ്യമില്ല. 2 സെഞ്ചുറി ഉണ്ടല്ലോ. അതും പറഞ്ഞു നിൽക്കുന്നിട്ട് കാര്യമില്ല. ആവശ്യമുള്ള സമയത്ത് വരെയാക്കി കളി മോശമായിട്ട്. അതാണ് നിങ്ങളുടെ അവസ്ഥ. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആൾക്കാരുണ്ട്. കഴിഞ്ഞ കളി ഫോമിൽ വന്നില്ലേ? എല്ലാവരും അങ്ങനെ തന്നെ. ചില കളി അശുതോഷ് ശർമ്മ, അശുതോഷിനൊക്കെ ഇപ്പൊ അങ്ങോട്ട് ഇതാക്കിയല്ല. ഈ സീസണിൽ ആദ്യം ഒന്നും ഉണ്ടായിരുന്നു. ഞങ്ങള് കഴിഞ്ഞ കളി റിസ്വിന്റെ അല്ലല്ലോ, ഞങ്ങൾ ഇതുവരെ ബാറ്റ് ചെയ്തതൊക്കെ ഉഷാറാണ്. ഞങ്ങൾ സൂപ്പർ ആയിട്ട് ജയിച്ചു വന്നതാണ്. കഴിഞ്ഞ ഞങ്ങളെക്കാളും പോയിന്റ് ഉണ്ട്, ഞങ്ങളെ മേലാവണ്ടേ. നിങ്ങൾ എങ്ങനെ ഒരു 160 159 റണ്ണായിട്ട് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി 19ാമത്തെ ഓവർ എത്തിച്ച് നിങ്ങൾ ജയിച്ചു കണ്ടാണ് വരുന്നത്. ഞങ്ങൾ 103 റൺസിനും 8 വിക്കറ്റിനും ഒക്കെയാണ് വിക്കറ്റ് ഒന്നല്ല പറഞ്ഞത്. എത്ര സമയം എടുത്തു ഞങ്ങളൊക്കെ ഈസി. എത്ര വലിയ സ്കോർ ആണെങ്കിലും ഞങ്ങൾ ജയിച്ചു. നിങ്ങൾ തോൽക്കും. അല്ല, എന്തൊക്കെ ഞാനേ പറഞ്ഞ നിങ്ങൾ എത്ര വലിയ സ്കോറാണ് ജയിക്കും പറഞ്ഞിട്ട് ഞങ്ങളെക്കാളും പോയിന്റ് ഒന്നും നിൽക്കില്ലല്ലോ. പോയിന്റിന്റെ അല്ല, ഞങ്ങൾ ഫുൾ കോൺഫിഡൻസില് മുട്ടി അങ്ങോട്ട് തട്ടി ഇങ്ങനെ കുറച്ച് ടെസ്റ്റ് മാച്ച് 103 റണ്ണിനും 8 വിക്കറ്റിനൊക്കെ ജയിക്കും. തട്ടിമുട്ടിട്ട് അതെ ഞങ്ങൾ ഇന്നത്തോടു കൂടി അതാണ് തീരുമാനം. നെറ്റ് റൺ റേറ്റിന്റെ എന്തൊക്കെയാ സംഭവങ്ങളിലെ വ്യത്യാസം ഞങ്ങൾക്ക് പറ്റിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കാണ് പറ്റിയെങ്കിൽ നിങ്ങളൊക്കെ എന്നോ നിർത്തിപ്പോയിട്ടുണ്ടാവും. എല്ലീസിന് തുടക്കം തന്നെ പരിക്കുക. പിന്നെ ബ്രവിസ് തുടക്കം പരിക്കുക. 3 കളി കളിച്ചില്ല. നന്നായി കളിച്ചുകൊണ്ട് വരുന്ന ആയുഷ് മാത്രം പരിക്കേറ്റ് പുറത്തായി. നന്നായി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഖലീൽ അഹമ്മദ് പരിക്കേറ്റ് പുറത്തായി. പിന്നെ കഴിഞ്ഞ കളി ഞങ്ങൾ രാമകൃഷ്ണ കോച്ചിനെ കൊടുന്ന അവൻ മോശമില്ലാതെ എറിഞ്ഞു തുടങ്ങിയപ്പോൾ ഓനും പരിക്കേറ്റ് പുറത്തായി. തല പരിക്കേറ്റ് കളിച്ചിട്ടേനില്ല. ഇതൊരു ക്യാപ്സൂളല്ല, ഇത് IPL അല്ല. ഇതിപ്പോ ഞങ്ങൾ പുറത്തു പോകണമെന്ന് കണ്ടപ്പോ തന്നെ ക്യാപ്സൂൾ ഉണ്ടാക്കിയതാണ്. നല്ല ഡൗട്ട് ഉണ്ട്. ഞങ്ങളെ പുറത്തു പോകണതിന് മുമ്പ് നിങ്ങൾ പുറത്തു ഇന്നത്തോടു കൂടി തീരുമാനമാക്കും. ഞങ്ങളെ ബാക്കിലുള്ള ഇന്നത്തെ കളി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ക്യാപ്സൂൾ പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി. ക്യാപ്സൂളുകളുടെ കാലം കഴിഞ്ഞു. പിടിച്ചു നിൽക്കുന്ന ടീമാണ്. അതൊക്കെ കഴിഞ്ഞു. അത് ഞങ്ങളാണ്. നിങ്ങളെ കാര്യത്തില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഞങ്ങൾ ബൗളിങ്ങിന് സ്റ്റാർക്ക് വന്ന് കിട്ടും. എങ്കിടി തിരിച്ചു വരുന്നു. ചേട്ടനെന്ന് മണ്ടിച്ചിലേക്കാറ് അതൊക്കെ കഴിഞ്ഞ കളി കളിച്ചൂല. കഴിഞ്ഞ കളിയിൽ ഞങ്ങൾ ആ ചെക്കനെ പേടിപ്പിച്ച് വിട്ടേക്കണ്. അതിനെപ്പറ്റി പറയണ്ട. അതിനുള്ള ശിക്ഷാ നടപടിയും കിട്ടിയിരിക്കണ്. അതൊക്കെ ആവേശത്തിൽ ചെയ്ത്. പക്ഷെ ഞങ്ങൾ എന്താ
വലിയ വലിയ കളിക്കാരെ അടിച്ചിക്കണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ചെക്കനെ പേടിപ്പിച്ചാണ് വന്നേനു. അത് ഞങ്ങളെ ചെക്കന്റെ ആവശ്യമൊന്നും വന്നില്ല. അതിന് മുമ്പ് തന്നെ അവിടെ ഔട്ടാക്കി വിട്ട് ആഘോഷമൊക്കെ കണ്ടില്ലേ. അല്ല നിങ്ങൾ തള്ളി വെച്ചിട്ടുണ്ടെങ്കല്ല നാട്ടുകാർ മൊത്തം തള്ളി വെച്ചിട്ടുണ്ടോ ഭയങ്കര. ഞങ്ങള് ബൗളിംഗ് ഫുൾ സെറ്റ്, നടരാജൻ സെറ്റ്, എല്ലാരും സെറ്റാണ്. നടരാജന്റെ ഒക്കെ നാട്ടിൽ നിന്ന് ഒരു ചേട്ടൻ റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് നോക്കാം.